ഇത് രാവിലെ തന്നെ എണീച്ചിട്ടേ എങ്ങനെയുണ്ട് നമ്മളെ പ്രകൃതി രമണീയമായ ആകാശം, പിന്നെ ഒരുപാട് നല്ല നല്ല വൃക്ഷങ്ങൾ, ഇതൊക്കെ കാണണ്ട. ഇത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് അടുത്ത് എന്താ പറഞ്ഞാൽ നമ്മളെ അതിരിന് ഉള്ളതാണ് തോട്. ഈ തോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം പോലെ മീനുകൾ, മല്ലിൽ, അതുപോലെ തന്നെ ആരൽ, അങ്ങനെയുള്ള ഒരുപാട് മീനുകളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിടിക്കുന്നതിന് ഇവിടുന്ന്. ഇപ്പം എന്ന് പറഞ്ഞാൽ മീനൊക്കെ കുറഞ്ഞ്, പിന്നെ നമ്മൾ വല ഇട്ട് തന്നെ ഒരുപാട് മീൻ കിട്ടലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കുറവാണ്, മീനൊന്നും കുറവാണ്. പിന്നെ നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ വെള്ളത്തിന്, അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. ഇത് നല്ല ഈ വീതി ഉള്ളതാണെങ്കിലും ഒരുപാട് ദൂരമുണ്ട്. നല്ല തോടായത്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഇതിലേക്ക് കയറിയിട്ട് ഈ തോട്, ഇതിൻ്റെ റോഡിൻ്റെ അവസ്ഥ കണ്ട, ഇതൊക്കെ വെള്ളം കയറിയിട്ട് പോയതാണ് റോഡ്. കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ ഉള്ള മഴയ്ക്ക് മൊത്തം വെള്ളം കയറി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ അവിടെയൊക്കെ മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം കയറിയിട്ടാണ് റോഡെല്ലാം പോയത്. അങ്ങനെ അതെല്ലാം കുഴിയായി. തണുപ്പ് അതെ, ഇതും നിറച്ചും ഇത് മൊത്തത്തിൽ വെള്ളമായിരിക്കും. വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളത്തിന് പാലത്തിന് കണക്കാർ മൊത്തം വെള്ളം ഇങ്ങനെ മൊത്തം കയറി നിൽക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറം വലിയൊരു തോടുണ്ട്, ഉളിയിൽ തോട് എന്ന് പറയുന്നത്. ആ തോടിലേക്കാണ് ഈ വെള്ളം മൊത്തം എത്തുന്നത്. താഴെ വെള്ളപ്പൊക്കം സ്കൂള്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.